ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ശ്രീക്കുട്ടൻ കണ്ടിരിക്കുന്നു. അവിടെ ഓടാ, എന്ത് വെളുപ്പം നോക്ക് നീ. എന്ത് അല്ലെങ്കിലും വെളുപ്പാണല്ലോ. ഞാൻ പറഞ്ഞ് ഷേവ് ചെയ്തോണ്ട് നിനക്ക് കുറച്ച് സ്കിന്നൊക്കെ വെളുത്ത്. ഞാനും ഷേവ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ട് ഷേവ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഞാനും ശ്രീഹരിയും നാട്ടിലെ കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് കടമ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. ആ മാസ്ക് ഇട്. ശ്രീകുട്ടിൻ്റെ ഒരു വിഷയ മാസ്ക് ഉണ്ട്. അത് ലൈക്ക് ഇറ്റ് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് മാസ്ക് ആണ്. അത് ഇച്ചിരി ടാസ്ക് മാസ്ക് ആണ്. അപ്പോൾ ടോപ്പാണ് അത്, ഇച്ചിരി വിഷയമാണ്. ഇച്ചിരി ടോപ്പിലാണ് ഇരിക്കുന്നത്. ഞാനത് ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇട്ടിട്ട് പതുക്കെ തിരിഞ്ഞു. ഞാൻ പറയാം തിരിഞ്ഞോ. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ കാണാൻ നല്ല സെക്സിയാണ്. എൻ്റെ ചേച്ചി ഉണ്ടോ അവിടെ? ഇവിടെ പണ്ട് ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വയ്ക്കുമല്ലോ, അറിയാമോ എനിക്ക്? ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഈ സാധനവും വെച്ചിട്ട് അവർ മറ്റേതുകൊണ്ട് വയ്ക്കും, മറ്റേ കണ്ണാടി. ശ്രീകുട്ടി എപ്പോഴും പഴയ കണ്ണാപ്പിയാണ്, അതിലെ മാറ്റമൊന്നും വന്നിട്ടില്ല. നീ വീട്ടിൽ വെച്ചേക്കല്ലേടാ, ഗൈസ്. ഞാനും ശ്രീകുട്ടനും നാട്ടിലെ കൂട്ടുകാരെ വരെ ഒന്നുകൂടെ കടമ്പ് പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ സിദ്ധു ഉണ്ട്, നമ്മൾ രണ്ടുപേരുണ്ട്, പിന്നെ സായി ശ്രാവൺ വരും. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകാനുള്ള സ്കീം ഇരിക്കുകയാണ്. അപ്പോൾ ഇനി സിദ്ധുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സിദ്ധുവിൻ്റെ വീട് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സിദ്ധുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ ദിവസം താഴോട്ട് പോയാൽ മതി. സിദ്ധു വന്നിട്ട് നമ്മൾ പറഞ്ഞാൽ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു വീണ്ടും വീട്ടിൽ പോയിരിക്കണം ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഈ ബ്ലോഗ് കുറച്ച് കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു. അതന്നെ വൈബ് ആക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ സിദ്ധുവും കൂടെ വന്നിട്ട് കാണാം. ഞാൻ പിന്നെ കുറച്ച് മുമ്പ് ഒന്ന് ഉറക്കത്തിൽ എണീറ്റേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ക്ഷീണവും ആട്ടത്തിലുമാണ് ഇരിക്കുന്നത്. ഗൈസ്, സിദ്ധു വന്നു. കടമ്പ് പോകാൻ വേണ്ടി സിദ്ധു വന്നു ഗൈസ്. നിക്കറും ബോക്സറും ഷർട്ട് ഇട്ടിരുന്ന പയ്യനായിരുന്നു. ഇപ്പൊ നോക്ക്. സിദ്ധു ഇങ്ങനെ സ്കിന്ന് ഇങ്ങനെ ഇതാകാൻ വേണ്ടി എന്താണ് സിദ്ധു സ്കിന്ന് യൂസ് ചെയ്യുന്നത്? സ്കിന്ന് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മൾ റെഗുലറായിട്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് അതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ. ഓടാ, നിങ്ങൾ ആഡംസ് ആപ്പിൾ നല്ല തള്ളിയിരിക്കണേ. ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായി കാണുന്ന ഹിറ്റിയാണോ ബ്രോ? സിദ്ധു റെഡിയായി, നമ്മുടെ ശ്രീകുട്ടനും റെഡിയായി. ഇനി സായും ശ്രാവണും കൂടെ ഉള്ളൂ. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡയറക്റ്റ് കടമ്പൂർ തന്നെ പോകും. അപ്പോൾ നമ്മൾ എവിടെയാണ് വെയിറ്റ് ചെയ്യുക? നമ്മൾ കൊലശ്ശേരം പാലത്തിലല്ലേ? നമ്മൾ കൊലശ്ശേര പാലത്തിൽ വെയിറ്റ് ചെയ്യും. ശ്രീകുട്ടൻ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണം ഗൈസ്. അവിടെ ഇപ്പം നോക്കിയാ ഇപ്പം മറ്റേ കോഴിയെ മറ്റേ കൊല്ലാൻ പോണ മുമ്പേ കടിച്ച് പിടിച്ച് ഇറുക്കോല് എന്നൊരു ശബ്ദം കേൾക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ നേരെ കൊലശ്ശേരത്ത് പോകും. അവിടെ നേരെ സായും ശ്രാവണം വരും. അപ്പം നമ്മൾ അവിടെ നേരെ ആയിരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ. ഹായ് ഗൈസ്, എന്നെ കാണാൻ കൊള്ളാല്ലേ ബൈ? എന്നെ കാണാൻ ലുക്കല്ലേ? എൻ്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലൻ ചിരിയല്ലേ, പച്ചമാങ്ങ. ഗൈസ്, ശ്രീകുട്ടനാണെങ്കിൽ തേങ്ങ മില്ലി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടനെ. വന്ന് ബ്രോ, എത്ര നേരമായി ബ്രോ? അപ്പം നമ്മളിവിടെ നേരെ പാലത്തിൽ പോയി അവിടെ വെയിറ്റ് അവിടെ സായം ശ്രാവണം ഉണ്ടോ? അവിടെ എത്തിയാ അവര്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ പോയി എത്തിയിട്ട് കാണാം. അവരവിടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി ലേറ്റായി മുണ്ടിയായി പോകും. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, എല്ലാവരും എത്തി. ഗൈസ്, അവരെല്ലാവരും എത്തി. ഡാഡിയെ കണ്ടില്ല, ഞാൻ മറ്റേ കറങ്ങി വന്ന്. ഞാൻ ഇങ്ങനെ പതുക്കെ വന്നപ്പോഴത്തേക്ക് വണ്ടി കണ്ട്. അപ്പോൾ ഞാൻ കറങ്ങി വന്നു. ഓ ശ്രാവൺ ഭായ്, കോളേജിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഭായ്. നമുക്ക് കടുമ്പ് പോയിട്ട് വരാം ഗൈസ്. പുതിയ ബൈക്കൊക്കെ ഇവ എല്ലായിടത്തും പറയണേ നിങ്ങൾ പുതിയ ബൈക്ക് എടുത്തെന്ന്. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തെന്ന്. അപ്പം ഞാൻ നേരെ കടുമ്പൂർ എത്തിയിട്ടായിരിക്കും ഇനി ബാക്കി ബ്ലോഗ് എടുക്കണം. കാരണം എനിക്ക് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല. ഒരുവിധം അറിയാം, വഴി അറിയാം. ഗൈസ്, അവിടെ എത്തിയിരിക്കണം. ഓക്കെ, അവിടെ വാ, ക്യൂട്ട്നെസ് വിതറാം വാ.
ബ്രോ ഹായ് കൊടുക്കൂ. ഒരു കയറി നോക്കിയല്ല ഒരു കിട്ടുന്ന സ്പോട്ട് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന്. അതാണ് ഇറങ്ങണ്ട ഡേഞ്ചറാണ്. ഇവിടെ വെള്ളം വരുന്നല്ലേ? ഓ അതിന് എത്രത്തോളം ആഴവും കൊക്കയാണല്ലേ? ഒപ്പോ എന്റെ മോനെ എന്ത് രസോടെ കാണാൻ കൊക്ക. എന്റെ പോനെ അവിടെ ഫുൾ വെള്ളമല്ലേ? ഇപ്പൊ നല്ല ആഴം കാണുമല്ലോ. പിന്നെ ഒരു കല്ലിട്ട് നോക്കിയാൽ നമുക്കറിയാം ആഴം. അത് തന്നെ, കൂടുതൽ പോണ്ട. എനിക്ക് എപ്പോഴും ഇവിടെ വന്നാലേ എനിക്ക് ഡൗട്ടുണ്ട് ഇവിടെ വെള്ളമാണോ ഇല്ലെന്നേ. അതിപ്പോൾ കൺഫേം ആയി, വെള്ളം തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഈ സിനിമയെ കാണുമ്പോഴത്തെ ഫീലല്ലേ ഭായി? അതെ പാറമട, അത് തന്നെ. ഓ നല്ല ആഴമുണ്ട്, ശബ്ദം കേട്ടിട്ട് ബ്ലും ബ്ലും. ഇവിടെയൊക്കെ ഫുൾ കല്ലാണ്. ഇവിടെയൊക്കെ ഓ അല്ല ഇവിടെയൊന്നും ഇല്ലെന്ന് തോന്നണം. അങ്ങോട്ടാണ് ആഴം. അതുകൊണ്ട് അവിടെ പാറയാണ്. അതുകൊണ്ട് നോക്ക് പാറ, ചതുപ്പ് മാത്രം. അവിടെയൊക്കെ പാറ എടുക്കണേണ്ട ഉണ്ട്. പക്ഷെ വിഷയ സ്പോട്ട് കേട്ടോ. ഒപ്പോ അതാണ് ഇതേപോലെ നിങ്ങൾ വെള്ളച്ചാട്ടം എന്നും പറഞ്ഞു പോയത്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ എവിടെയോ പോയിട്ട് ഓട വെള്ളം കണ്ടിട്ട് എന്താ പോയി തോടാ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ശ്രീകുട്ടനെ വിശ്വസിച്ച് പോയത്. ആരാണ് പറഞ്ഞത്? നോക്കൂ അവിടെ പോടാ, ഇതിന്റെ സ്ഥലോടാ. നോക്ക് ഇവിടെ റോഡ് വരെ ഉണ്ട് നടന്നു പോകാൻ. അതാണ് കേറണ്ട, പായലാണ്. എല്ലാം നേരെ അങ്ങ് പോകും. ഭായ് അങ്ങോട്ട് നല്ല സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നേരെ കടുമ്പു, ഇനി കടുമ്പു ഇത്രേ ഉള്ളൂ. പോട്ട് ഇല്ല, പതുക്കെ പോയാ മതിയേ. ഓ എന്റെ വണ്ടി പോണ നോക്കൂ. ഇതിപ്പോ എല്ലാം കൂടെ എഞ്ചിനെല്ലാം ഒരു വീഴുവന്നോളൂ. എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട് സീനല്ലേ? അത് ശരി. സിദ്ധുഭായ് ഹായ് പറയണ്ട. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടാണ് ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ട് വിഷയം സ്പോട്ട് ഗൈസ്. നമ്മളങ്ങനെ കടമ്പ് എത്തി, ടോപ്പായിട്ടുണ്ട്, വിഷയമായിട്ടുണ്ട്. ഓൻ്റെ മോനെ ഇവിടെ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടെ വിഷയം കേട്ടാ. സൂക്ഷിച്ചേ വീഴല്ല കേട്ടാ. കണ്ടില്ലേ? നിങ്ങൾ ശാസ്താംപാറ പോയാ? നമ്മളെ സ്ഥിരം സ്പോട്ടാണ് ശാസ്താംപാറ. വല്ലാട്ടാ ഡേഞ്ചറാണ്, അവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബോഡി ഫ്ലെക്സ് ബ്രോ. എടോ നോണ്ട, മറ്റേത് പോയേ മറ്റേത് പോയി ഒന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ കാണും. മൈൻഡ് ഫ്രീ ആക്കണമെങ്കിൽ ഇതേപോലെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ വരിക അല്ലേ സ്രാവ? അപ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ട് ഇരിക്കാം. നമ്മളിവിടെ കുറച്ച് ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ഒരു വൈബാണ്, നല്ല വൈബാണ്. കഴിഞ്ഞ വട്ടം ഇട്ടേലേ ഫുൾ ശബ്ദം കാരണം ഒന്നും കേട്ടുകൂടാ. അപ്പോൾ ഇനി വട്ടം ഒച്ചത്തിൽ പറഞ്ഞാലേ എല്ലാം കേൾക്കുള്ളൂ. രണ്ട് ബ്ലോഗേഴ്സ് ഇനി കൊളാബ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഗ്യാങ് ലീഡർ സിദ്ധു ഭായ്. ഇതാണ് നമ്മളെ ഗ്യാങ് ലീഡർ സിദ്ധു ഭായ്. ഊപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതേപോലെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വൈബാണ്, ടോപ്പാണ്. മനസ്സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാം. സായിക്ക് എന്താണ് പറയുന്നത്? സായിക്കും സിദ്ധുവിനും മനസ്സമാധാനം വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വരുന്നു. പക്ഷെ ഇത് വീട്ടുകാരെ കാണുമ്പോഴത്തേക്ക് നിനക്ക് എന്തൊരു മനസ്സമാധാനം, എന്തിന്റെ കുറവാണ്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളെ ഏജിനുള്ള ഒരു പ്രഷറൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സിദ്ധുവിന് രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാത്തതിന് എന്നും വഴക്കാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഭയങ്കര കാറ്റാണ്. ഇതെല്ലാം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് എടുത്തു നോക്ക്, എടുത്ത വീഡിയോ ഒന്ന്.
അപ്പാച്ചി സായി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനി നോക്കിയോ, കരിഷ്മ സിദ്ധു. കരിഷ്മ സിദ്ധു. ഇത് ഹണ്ടർ ശ്രാവൺ. R1 അശ്വിൻ. അത് ടോപ്പ്. പിന്നെ ശ്രീകുട്ടൻ അങ്ങനെയൊന്നുമില്ല. 10 ആക്റ്റീവ, ഒരു സാൻഡ്രോ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും കൊടുത്തു വിടൂല. പേടിയാണ് സത്യം ഗൈസ്. ഇവൻ പണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോയിട്ട് ഫ്രണ്ടിലുള്ളവൻ വീണ കണ്ടിട്ട് ഇവൻ പേടിച്ചിട്ട് വന്ന് വീണ്. അതുകൊണ്ടാണ് വീട്ടുകാർ നിനക്ക് സ്കൂട്ടറും ബൈക്കൊന്നും തരാത്ത. ഇങ്ങോട്ട് നോക്കുമ്പോ മുടി ഇത് കണ്ടാ മറ്റേ തലയിൽ നെറ്റ് കയറിയിരിക്കണ. തലയില് നെറ്റ് കയറി. അത് ആക്ച്വലി അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ കിടക്കണം കുറച്ച്, അപ്പൊ മനസ്സമാധാനം. ഫോട്ടോ എടുക്കണം. ഓക്കെ ബൈ. നമ്മൾ കുറച്ചേരം ചില്ല് ചെയ്തിട്ട് വരാന്ന് പറയാം. 2 minutes. പ്രൈവസി വേണം നമുക്ക്. എല്ലാം നിങ്ങൾക്ക് തുറന്നു കാണിച്ചാലും പറ്റിയൊന്നുമില്ല, നമുക്ക് കുറച്ച് പ്രൈവസി ആണ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മള് കുറച്ച് വേറൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കിട്ടുന്ന സ്പോട്ട് ഉണ്ട്. ഇതാണ് ആ സ്പോട്ട്. ഓപ്പോ വിഷയം. കിട്ടുള്ള സ്പോട്ടല്ലേ സിദ്ധു? നമുക്ക് മനസ്സമാനിട്ടിരുന്ന് എനിക്ക് ഇതിനെക്കാട്ടി ആ സ്പോട്ടാണ്. ചീത്ത. എനിക്ക് ബീപ്പ് അടിക്കാൻ വയ്യ ബൈ. എനിക്ക് ബീപ്പ് അടിച്ചിടാൻ വയ്യ. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്യണേ. സായിക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സിദ്ധുവിനടുത്ത് സംസാരിക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് ബീപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ. കുത്തിക്കഴപ്പ് കാണിക്കില്ല. ഉരുണ്ട് പോയി കഴിഞ്ഞാൽ ആരും ഇല്ല അങ്ങ് വരെ. വേണ്ട അതന്നെ, ആവശ്യമില്ലാത്ത കഴപ്പുകളൊന്നും കാണിക്കും. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് മനസ്സമായിട്ട് ചില്ലൊക്കെ അടിച്ചിട്ടുള്ള സ്ട്രെസ്സൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ. അയ്യോ, എന്റെ വീട്ടുകാർ വിചാരിക്കും പിന്നെ ഈ മല ഇറങ്ങി വന്നെന്ന് വിചാരിക്കുള്ളൂ. ഇവിടെ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, ആയി കൂടെ ഇറങ്ങി വന്നതാണ്. അല്ലേ? സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വന്നു, ചില്ലടിക്കാൻ വേണ്ടി വന്നു. നല്ല ഇവിടെ നമ്മളിപ്പോൾ തണലത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ബോയ് സായി ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് സായിൻ്റെ സ്റ്റൈല് നോക്കാം. സായി സ്റ്റൈൽ കാണിക്കും. സായി ഒരു എസ്തെറ്റിക് ലുക്ക് എടു. ഇവിടെ മുകളിൽ ഫുൾ ആൾക്കാരാണ്, മൊത്തം ആൾക്കാരാണ്. നമുക്ക് ഈ സൈഡ് വഴി കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ട്, ആഴെ കൂടെ ഇങ്ങനെ വരാം. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നമുക്ക് നിൽക്കാം. അത്യാവശ്യം നല്ല സേഫ് ഒക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. കുത്തിക്കടപ്പാണെന്ന് സേഫ് ഉണ്ട്, അത്രേ ഉള്ളൂ. ശ്രീകുട്ട ഷർട്ടൊക്കെ ഊരി. വൈബാണേ ശ്രീകുട്ട, സൂക്ഷിച്ചോ, വന്ന് വീണ് കഴിഞ്ഞാൽ ഒന്നുകൂടെ. എന്റെ ഈ സ്റ്റൈലല്ലേ അതാണല്ലോ ഗൈസ്. അപ്പം ഇവിടെ ഫോട്ടോന്റെ ഇതാണോ? ശ്രീകുട്ട ടാർസനെ പോലെ ഇരിക്കും. ജങ്കൂക്കിനെ പോലെ ഇരിക്കണ സിദ്ധു പണ്ടേ ലുക്കാണ്. സിദ്ധുവിനെ സത്യം പറഞ്ഞാൽ നമ്മൾ കുരിക്കാട് വിളിച്ചിട്ടുണ്ടെന്ന് JK എന്നാണ്. ജസ്റ്റ് കിഡിങ്. ശ്രീകുട്ട ബോഡി ഫ്ലെക്സ് ചെയ്യ ബ്രോ. ശ്രീകുട്ട ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്താണ് ശ്രീ. എവിടെ ശ്രീകുട്ട? എവിടെ ജസ്റ്റും ഇതൊന്ന് ഫ്ലെക്സ് ചെയ്യ. എനിക്ക് കണ്ടുകൂടാ. ഇപ്പുറത്തുനിന്ന്. ജെനറ്റിക്സ് ബ്രോ, ജെനറ്റിക്സ്. ഇവന് പക്ക ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ടല്ലേ. പക്ക കിട്ടുന്ന ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇവന്റെ ബോഡി ഇങ്ങനെ തിന്നാലും മെറ്റാബോളിസം കൂടുതലായതുകൊണ്ടാണ് ഇവൻ എത്ര തിന്നാലും ഇവന് പിടിക്കൂല ബോഡിയിൽ. നല്ല ഫോട്ടോ, നല്ല ഫിൽറ്റർ ആയിട്ട്. സിദ്ധു അങ്ങനെ വയ്ക്കല, നിങ്ങൾ അക്കച്ചിയെ പോലെ മുടി കുറച്ച് ഫ്രണ്ടിലോട്ട്. അതന്നെ അതും തുറന്നു കേട്ടോ. കൈ മടക്കിയും കൂടെ വേ. കൈ കൂടെ മടക്കി വേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തെറിക്കാൻ വേണ്ടി ഇരിക്കുന്നത്, ലൈക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സിദ്ധു അത് ശ്രാവണം നമ്മുടെ ശ്രീകുട്ടനും കൂടെ ഡീൽ ചെയ്യട്ടെ. നമുക്കിത് എൻജോയ് ചെയ്യാം. എന്ത് രസം നോക്ക്. നമ്മള് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്നും ടോപ്പാണ്. ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ടോപ്പായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് കടുമ്പ് പോകുന്നു, നിങ്ങളെ കാണിച്ചു അത്ര തന്നെ.
അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ബൈ പറ. അപ്പോൾ ഗൈസ് ഒരു സജഷൻ മാത്രമേ ഉള്ളൂ ഗൈസ്, നിങ്ങൾ ഒരിക്കലെങ്കിലും കടുമ്പോൾ എന്ന് പറഞ്ഞു ഗൈസ്, ഫ്രണ്ട്സായിട്ട് തന്നെ വരണം, ഫാമിലി ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ ബൈസ്. അതെ ഗൈസ്, നിങ്ങൾ ഗൈസ് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരണം, ഇവിടെ എന്തായാലും ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യണം. ബൈ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ബൈ.